ഓക്കെ. സോ നമ്മളിവിടെ കുറച്ച് കോഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്കിവിടെ ഈ പോപ്പപ്പിനകത്ത് എനിക്കിവിടെ ഒരു ലേബലും കാണിക്കണം. അതുപോലെ തന്നെ ഇവിടെ ടൈമർ സ്റ്റോപ്ഡ് ഇവിടെ എക്സ് സെക്കൻഡ്സ് മാറ്റിയിട്ട് ഇവിടെ എക്സ് മാറ്റിയിട്ട് എനിക്കിവിടെ റിമൈനിങ് ടൈം എത്രയാണെന്ന് കാണിക്കണം. അതുപോലെ തന്നെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും പോപ്പപ്പ് കാണിക്കണം. അതിൽ ഇവിടെ എൻ്റെ സ്കോർ ഇവിടെ കാണിക്കണം. അതുപോലെ തന്നെ റിമൈനിങ് ടൈമും കാണിക്കണം. അപ്പൊ ഞാനിവിടെ കുറച്ച് കോഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കോഡ് ചേഞ്ച് ചെയ്തത് എങ്ങനെയെന്ന് പറഞ്ഞാല് ഇവിടെ നേരത്തെ ഓൺ ബട്ടൺ ക്ലിക്ക് ഫംഗ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ടൈം ഔട്ട് വെച്ചിട്ടാണ് ചെയ്തത്. സെറ്റ് ടൈം ഔട്ട് വിളിച്ചാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈം ഔട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം ഇപ്പൊ 5 സെക്കൻഡ്സിന്റെ ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 5 സെക്കൻഡ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരത്തുള്ളൂ. അത് ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ 1 സെക്കൻഡിന്റെ ആണ്. അപ്പൊ 1 സെക്കൻഡ് കഴിയുമ്പോൾ മാത്രം നമുക്ക് ഇവിടെ പോപ്പപ്പ് മാത്രമേ കാണിക്കത്തുള്ളൂ. പക്ഷെ എനിക്കിവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോപ്പ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ പോപ്പപ്പ് കാണിക്കണം. സോ ഇവിടെ നമുക്ക് സെറ്റ് ടൈം ഔട്ട് വർക്ക്ഔട്ട് ആവില്ല. നമ്മളിവിടെ സെറ്റ് ഇന്റർവെൽ വെച്ചിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. സോ സെറ്റ് ഇന്റർവെൽ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ ഇൻബിൽഡ് മെത്തേഡാണ് സെറ്റ് ഇന്റർവെൽ. സെറ്റ് ഇന്റർവെൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടൈം, അതായത് ഇപ്പൊ 1 സെക്കൻഡ് ആണെങ്കിൽ ഓരോ കോഡും 1 സെക്കൻഡ് വെച്ച് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് 10 മില്ലി സെക്കൻഡ് ആണ്. അതായത് ഓരോ 10 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ ഇതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. നമ്മൾ 1 മില്ലി സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ നമുക്ക് കുറെ ഇൻഫിനിറ്റ് ലൂപ്പ് ആയിരിക്കും വരുന്നത്. സോ നമ്മളിവിടെ 10 മില്ലി സെക്കൻഡ്സ് വെച്ച് എക്സിക്യൂട്ട് ചെയ്യാം തൽക്കാലം. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇവിടെ 2 സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ടൈമർ സ്റ്റാർട്ടഡും പിന്നെ ടൈമർ എക്സ്പയർഡ് ആയതും. പിന്നെ അത് ഞാൻ ഇവിടെ കമന്റ് ചെയ്തിട്ട് ഞാൻ പുതിയൊരു യൂസ് സ്റ്റേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ടൈം റിമൈനിങ്. നമുക്ക് ടൈം റിമൈനിങ് ആണ് വേണ്ടത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ടാർഗറ്റ് ടൈം ഇൻറ്റു 1000. അതായത് നമ്മുടെ 1 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് നമ്മളിവിടെ കൊടുക്കുന്ന ടാർഗറ്റ് ടൈം എന്താണോ അതായിരിക്കും ടൈം റിമൈനിങ്ങിന്റെ ഡീഫോൾട്ട് വാല്യൂ. ഇനി ഈ സെറ്റ് ടൈം റിമൈനിങ് വെച്ചിട്ട് വേണം ടൈം റിമൈനിങ് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യാൻ. ഇപ്പൊ അവിടെ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ സെറ്റ് ഇന്റർവെലിനകത്താണ് ഞാൻ ഇവിടെ സെറ്റ് ടൈം റിമൈനിങ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഓരോ 10 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴും ഈ ടൈം റിമൈനിങ് ഇവിടെ അപ്ഡേറ്റ് ആവും. ഓക്കെ. ഇപ്പൊ 1 സെക്കൻഡ് ആണ് വെച്ചെങ്കിൽ നമ്മൾ ഓരോ 10 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന്റെ ടൈം ഇങ്ങനെ റിമൈനിങ് കാണിക്കും. ഇപ്പൊ പ്രീവിയസ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ വേറെ ഒന്നുമല്ല, കറണ്ട് ടൈം റിമൈനിങ്ങിന്റെ വാല്യൂ ആണ്. ഇപ്പൊ പ്രീവിയസ് ടൈം നോക്കി കഴിഞ്ഞാൽ പ്രീവിയസ് ടൈം -10, അതായത് ഓരോ 10 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴും ഈ 10 വെച്ച് ഈ പ്രീവിയസ് ടൈം വെച്ച് കുറയ്ക്കും. ഓക്കെ. ഇപ്പൊ 1000 ആയിരിക്കും ഇപ്പൊ മില്ലി സെക്കൻഡ് ഇരിക്കുന്നത്. ഇപ്പൊ 10 വെച്ച് കുറയ്ക്കുകയാണെങ്കിൽ 990, 980, 960 അങ്ങനെ വെച്ച് പോകും. അത് ഓരോ 10 മില്ലി സെക്കൻഡ് വെച്ചിട്ടായിരിക്കും പോകുന്നത്. ഇപ്പൊ നമ്മളിവിടെ സെറ്റ് ഇന്റർവെലിന് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സെറ്റ് ഇന്റർവെൽ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തെങ്കിൽ നമ്മൾ ബട്ടൺ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ക്ലിയർ ഇന്റർവെല്ലാണ്. നേരത്തെ ക്ലിയർ ടൈം ഔട്ട് ആയിരുന്നു. സോ സെറ്റ് ഇന്റർവെലിനെ ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിയർ ഇന്റർവെല്ലാണ് കൊടുക്കുന്നത്. അത് ഇതിനകത്ത് നമ്മൾ ടൈമർ ഡോട്ട് കറണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ ബട്ടൺ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പോപ്പപ്പ് കാണിക്കണമല്ലോ. സോ പോപ്പപ്പ് കാണിക്കണമെങ്കിൽ നമ്മൾ OBJ ഡയലോഗ് ഡോട്ട് കറണ്ട് ഡോട്ട് ഓപ്പൺ വെച്ച് നമ്മൾ യൂസ് ചെയ്യും. അതായത് ഇവിടുത്തെ യൂസ് റെഫറൻസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ. ബട്ടൺ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പോപ്പപ്പ് കാണിക്കണം. നേരത്തേൽ നമുക്ക് ടൈം ഔട്ട് കഴിഞ്ഞാൽ മാത്രമേ പോപ്പപ്പ് കാണിക്കത്തുള്ളൂ. ഇപ്പൊ ബട്ടൺ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പോപ്പപ്പ് കാണിക്കണം. ഓക്കെ. ഹാൻഡിൽ റീസെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അത് ഞാൻ പിന്നെ പറയാം. പിന്നെ ഇതിനകത്ത് ഒരു ബൂളിയൻ വേരിയബിളും കൂടെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ ടൈമർ എക്സ്പയർഡിനെ ആണ് ഇവിടെ വെച്ചിരുന്നത്. അത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഈസ് ടൈമർ ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു ബൂളിയൻ വേരിയബിൾ കൊണ്ടുവന്നു. അതായത് നമ്മുടെ ടൈം റിമൈനിങ് വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. ഇപ്പൊ ടൈം റിമൈനിങ് ഗ്രേറ്റർ ദാൻ 0യും അതുപോലെ തന്നെ ടൈം റിമൈനിങ് ലെസ് ദാൻ ടാർഗറ്റ് ടൈം ആണെങ്കിൽ, അതായത് 0യും ടാർഗറ്റ് ടൈമിന് ഇടയിലാണെങ്കിൽ ഈ ടൈമർ ആക്റ്റീവ് വേരിയബിൾ ട്രൂ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഓക്കെ.
സോ ഈ ടൈം റിമൈനിങ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം ഇവിടെ 10 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴും ഈ സെറ്റ് ടൈം റിമൈനിങ് വെച്ചിട്ട് ഈ ടൈം റിമൈനിങ് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇത് 0യും ടാർഗറ്റ് ടൈമിന്റെ ഇടയിലാണെങ്കിൽ ട്രൂ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഫാൾസ് ആയിരിക്കും. സോ ഈ ടൈമർ ആക്റ്റീവ് എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഇവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ ടൈമർ എക്സ്പയർഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മളിവിടെ ടൈമർ എക്സ്പയർഡ് മാറ്റിയിട്ട് ഈ ടൈമർ ആക്റ്റീവ് വെച്ചിട്ടായിരുന്നു ചെക്ക് ചെയ്യുന്നത്. ഇതെല്ലാത്തിലും അവിടെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബട്ടൺ ക്ലിക്കിനും ടൈമർ ആക്റ്റീവ് വെച്ച് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേബിളും നോക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് നെയിമും അതുപോലെ റണ്ണിങ് സ്റ്റോപ്പിന്റെ ലേബിളിനും ടൈമർ ആക്റ്റീവ് വെച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഡയലോഗിനകത്ത്, അതായത് ഡയലോഗ് എന്ന് പറയുന്ന ചൈൽഡ് കോമ്പോണന്റിനകത്ത് നമ്മൾ രണ്ട് പ്രോപ്സ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് റിമൈനിങ് ടൈമും പിന്നെ ഒന്ന് ഓൺ റീസെറ്റ്. ഓക്കെ, ആദ്യം നമുക്ക് റിമൈനിങ് ടൈം നോക്കാം. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന റിസൾട്ട് ഉണ്ടായിരുന്നു, ലേബൽ എന്ന് പറഞ്ഞ യു ലോസ്റ്റ് ദ ചലഞ്ച് എന്ന് പറഞ്ഞ ലേബൽ ഞാൻ ഇവിടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു റിസൾട്ട്. അത് ആക്ച്വലി ഞാൻ അവിടെ മാറ്റിയിട്ടുണ്ട്. അത് മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. സോ റിമൈനിങ് ടൈം എന്ന് പറയുന്നത് നമ്മൾക്ക് ടൈം റിമൈനിങ് അവിടെ പാസ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ടൈം റിമൈനിങ്ങിന്റെ ഇവിടെ കാണിക്കണം. ഓക്കെ, എക്സ് മാറ്റിയിട്ട് എനിക്ക് അവിടെ എൻ്റെ ഈ പാസ് ചെയ്ത ടൈം റിമൈനിങ് കാണിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡയലോഗ് ടൈറ്റിൽ, ഓക്കെ, ഡയലോഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നേരത്തെ റിസൾട്ട് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഡയലോഗ് ടൈറ്റിലിന്റെ ഇവിടെ റിമൈനിങ് ടൈം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, റിമൈനിങ് ടൈം 0 അല്ലെങ്കിൽ അത് ചെറുതാണെങ്കിൽ യു ലോസ് ദ ചലഞ്ച് ആണ്. ആക്ച്വലി ഇത് 0 ആവുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈം കഴിഞ്ഞ ഇപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞു പോയാൽ യു ലോസ് ദ ചലഞ്ച് ആയിരിക്കും കാണിക്കേണ്ടത്. സോ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1 സെക്കൻഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ യുവർ സ്കോർ എക്സ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. ട്രൂ എന്ന് പറഞ്ഞായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഈ എക്സ് ഞാൻ ഇവിടെ മാറ്റും. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് എക്സ് നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഡയലോഗ് ടൈറ്റിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യും. ഇനി ഇവിടെ ഓൺ റീസെറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്സ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഹാൻഡിൽ റീസെറ്റ്. എന്തിനാണ് ഞാൻ ഇവിടെ ഹാൻഡിൽ റീസെറ്റ് യൂസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയലോഗ് ബോക്സിനകത്ത് ഈ ക്ലോസ് എന്ന് പറഞ്ഞൊരു സാധനം, ഒരു ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഈ ക്ലോസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം റിമൈനിങ്ങിനെ, അതായത് ഈ ടൈം റിമൈനിങ്ങിനെ റീസെറ്റ് ചെയ്യണം. അതായത് ഡീഫോൾട്ട് വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യണം. അതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹാൻഡിൽ റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് ഇവിടെ സെറ്റ് ടൈം റിമൈനിങ്ങിനെ നമ്മളിവിടെ ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യും. ഓക്കെ, ടാർഗറ്റ് ടൈം ഇൻറ്റു 1000 ആക്കുക. അതായത് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ആ ടൈമിനെ റീസെറ്റ് ചെയ്ത് കളയും. എന്നിട്ട് ഈ ഹാൻഡിൽ റീസെറ്റ് എന്ത് ചെയ്യും, ഞാനിവിടെ ഓൺ റീസെറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്സ് ഞാനിവിടെ പാസ് ചെയ്യും. ഹാൻഡിൽ റീസെറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഈ ഓൺ റീസെറ്റിനെ ഞാൻ എടുത്ത് നമ്മുടെ ഫോമിനകത്ത് ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്, കാരണം ഫോമിനകത്ത് ബട്ടൺ ആണ് വരുന്നത്. സോ ബട്ടണിന് നമുക്ക് ഓൺ ക്ലിക്കിന് പകരം നമുക്ക് ഇവിടെ ഓൺ സബ്മിറ്റിന് ഇവിടെ ഓൺ റീസെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അങ്ങ് പാസ് ചെയ്ത് കൊടുക്കാം. സോ ഇത് ആക്ച്വലി ജാവാസ്ക്രിപ്റ്റിന്റെ ഇൻബിൽഡ് മെത്തേഡാണ്, ഇത് റിയാക്ടിന്റെ മെത്തേഡ് അല്ല. ഓക്കെ, ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിനകത്താണ് നമ്മളിവിടെ ഓൺ റീസെറ്റ്, അതായത് ഈ ഒരു ഹാൻഡിൽ റീസെറ്റിനെ നമ്മളിവിടെ പാസ് ചെയ്ത് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് യുവർ സ്കോർ എന്ന് പറയുന്നത് നമുക്ക് എക്സ് മാറ്റണം. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ് സെക്കൻഡ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഈ ഒരു എക്സ് സെക്കൻഡ്സ് ഉണ്ട്. അത് ആക്ച്വലി എനിക്ക് എക്സ് മാറ്റിയിട്ട് എൻ്റെ ഫോർമാറ്റഡ് റിമൈനിങ് ടൈം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റിമൈനിങ് ടൈം ഡിവൈഡഡ് ബൈ 1000. ആക്ച്വലി റിമൈനിങ് ടൈം ഇരിക്കുന്നത് മില്ലി സെക്കൻഡ്സ് ആണ്. ഇതിന്റെ റിമൈനിങ് ടൈമിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മില്ലി സെക്കൻഡ്സും അതുപോലെ തന്നെ ടാർഗറ്റ് ടൈമിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ് ആണ്. സോ ഇവിടെ റിമൈനിങ് ടൈം മില്ലി സെക്കൻഡ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡഡ് ബൈ 1000 വെച്ച് ചെയ്യുന്നത്. അതേ ടു ഫിക്സ്ഡ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഡെസിമൽ
പോയിന്റ് വെക്കണം. അത് അല്ല, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 വാല്യൂ കാണിക്കണം. 2 ഇൻറ്റീജർ ആയിരിക്കും വരുന്നത്. അതായത് ഡോട്ട് ഇപ്പൊ 2 ഫിക്സ്ഡ് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞാല് ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 1.00. 2 ഫിക്സ്ഡ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ആയിരിക്കണം എനിക്ക് ഫോർമാറ്റഡ് കാണിക്കേണ്ടത്. സോ ഈ ഫോർമാറ്റഡ് റിമൈനിങ് ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ മാറ്റി എക്സ് മാറ്റിയിട്ട് എൻ്റെ ഫോർമാറ്റഡ് റിമൈനിങ് ടൈം സേവ് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 0.84 സെക്കൻഡ്സ് കാണിക്കും. അതുപോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ സ്റ്റോപ്ഡ് 0 സെക്കൻഡ്സ് ആയിരിക്കും കാണിക്കുന്നത്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 0.75 സെക്കൻഡ്സിലാണ് ഞാനിത് സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് കാണിക്കുന്നത്, ഫോർമാറ്റഡ് റിമൈനിങ് ടൈം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ടൈമർ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ യുവർ സ്കോർ എക്സ് എന്ന് പറഞ്ഞാൽ എനിക്കും കാണിക്കണത്. അപ്പൊ അവിടെ എക്സ് മാറ്റിയിട്ട് ആക്ച്വലി എന്ത് ചെയ്യും, ഞാനിവിടെ ഇത് കട്ട് ചെയ്തിട്ട്, കാരണം ഈ സ്കോറാണ് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് എനിക്ക് ആക്ച്വലി ഈ എക്സ് മാറ്റിയിട്ട് എനിക്ക് ഈ വേരിയബിൾ ആണ് എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. സോ എനിക്ക് ഇവിടെ ഡബിൾ കോട്ട്സ് വെച്ചിട്ട് പറ്റില്ല, പകരം ഞാൻ ഇവിടെ ടെംപ്ലേറ്റ് ലിറ്ററൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് ഇവിടെ ഡോളർ സിമ്പിൾ ഇട്ടിട്ട് സ്കോർ എന്ന് പറഞ്ഞ് കൊടുക്കും. സ്കോർ കൊടുത്തു കഴിഞ്ഞാൽ യുവർ സ്കോർ 70 എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഞാൻ നോക്കിയിട്ട് യുവർ സ്കോർ 18 സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ലോസ്റ്റ് ദ ചലഞ്ച് എന്ന് പറഞ്ഞാണ് വരുന്നത്. ഇപ്പൊ സ്റ്റാർട്ട് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ സ്കോർ 25, സ്കോർ 30 എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. സോ ഈ സ്കോർ എങ്ങനെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ മാറ്റ് ഡോട്ട് റൗണ്ടിനകത്താണ് റാപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ 1 മൈനസ് റിമൈനിങ് ടൈം. സോ റിമൈനിങ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള ടൈം എത്രയാണ് ഡിവൈഡഡ് ബൈ നമ്മുടെ ടാർഗറ്റ് ടൈം. നമ്മുടെ ടാർഗറ്റ് ടൈം എത്രയാണോ കൊടുത്തത് അതേ ഇൻറ്റു 1000. ടാർഗറ്റ് ടൈം ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ നമ്മൾ റിമൈനിങ് ടൈം ഇരിക്കുന്നത് മില്ലി സെക്കൻഡ്സും ടാർഗറ്റ് ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്. സോ സെക്കൻഡ്സിനെ നമ്മൾ മില്ലി സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻറ്റു 1000 വെച്ച് കൊടുക്കും. അത് നമ്മൾ ഒരു ബ്രാക്കറ്റിനകത്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ മൊത്തം മാറും. ടാർഗറ്റ് ടൈം ഇൻറ്റു 1000 ഇൻറ്റു 100 നമ്മൾ വെച്ചേക്കും. കാരണം നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് 0 to 100 വരെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇൻറ്റു 1000 വെച്ച് കൊടുക്കുന്നത്. സോ 1 മൈനസ് ഈ ഒരു കാൽക്കുലേഷനിൽ ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ 0 to 100 കാണിക്കും. സോ 1 മൈനസ് റിമൈനിങ് ടൈം ഡിവൈഡഡ് ബൈ ടാർഗറ്റ് ടൈം ഇൻറ്റു 1000 വെച്ചിട്ടാണ് നമ്മളിവിടെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ സ്റ്റോപ്ഡ് 4 സെക്കൻഡ്സ് യുവർ സ്കോർ 20 എന്ന് പറഞ്ഞ് കാണിക്കും. ടൈമർ സ്റ്റോപ്ഡ് 4.63 സെക്കൻഡ്സ് ഒക്കെ എന്ന് കാണിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളിവിടെ ഒരു ടൈമർ ചലഞ്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ കാണിച്ചത്. സോ ഇതിന്റെ ഫുൾ വർക്കിംഗ് ആണ് നമ്മൾ എഴുതിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ കോഡ് നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. അപ്പോൾ ബാക്കി നമുക്ക് വേറെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം.